സമാധാനം കിട്ടണം. അതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാൽ. ഈ പെണ്ണെന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് സമാധാനം തരാനുള്ള സാധനമാണ്, നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനുള്ളതല്ല. കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കും ഭാര്യമാർ. ഭർത്താവിൻ്റെ വരുമാനവും സ്രോതസ്സും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ നിർബന്ധിക്കും. സ്ത്രീകൾ നരകത്തിലാണെന്ന് നബിതങ്ങൾ പറയുന്നു. കുറേ വിഭാഗം സ്ത്രീകൾ. ഏത് സ്ത്രീകളെന്നറിയാം? അതിലൊരു സ്ത്രീയാണ്, അതിൽപ്പെട്ട ഒരു വിഭാഗമാണ്. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, ഭർത്താക്കന്മാരെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ചുമട് എടുപ്പിക്കുന്ന പെണ്ണ്. തുതീഖു അലാ സൗജത്തിഹ, അവളുടെ മേൽ, തൻ്റെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ പറ്റൂല അയാളെ കൊണ്ട്. ഇന്നെനിക്ക് നെയ്മീൻ വേണം, 1100 രൂപയാണ് ഖദീജ, അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് തരണം, നിങ്ങൾ കെട്ടിയോനല്ലേ, എൻ്റെ വാപ്പ 50 പവൻ തന്നിട്ടല്ലേ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്, ഇനിയിപ്പോൾ 50 പവനൊന്നും വേണ്ട, 2 നെയ്മീൻ്റെ തല കൊടുത്ത് കെട്ടിച്ചാൽ മതി, അതാ നല്ലത്. ഒരു കിലോ നെയ്മീൻ മേടിച്ചോണ്ട് പോവാ. അത് സംഭവം ശരി തന്നെ. എപ്പോഴും സമ്പത്തിൽ കയ്യിലൊക്കെ പണം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ, എപ്പോഴും സമ്പത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ദാവൂദ് നബി ദുആ ചെയ്ത്, പഠിച്ചവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണിനെ നീ എനിക്ക് തരല്ലേ അല്ലാ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഈ ദുആ ചെയ്തോ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ, കേട്ടോടാ, നീയൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചതിൻ്റെ ഒക്കെ ഊപ്പാട് വരും, ഉള്ള മുടിയും കൂടെ നരച്ചു പോകും. ഒന്നാമതേ ഇപ്പം മുടി മൊത്തം നരച്ചിരിക്കുക ചെറുപ്പക്കാരുടെ മൊത്തവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെൻഷനും അടിച്ചാൽ പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുമ്പോൾ ഇപ്പോഴും ദ്വാരം വേണം. നല്ല പെണ്ണ്, അതിനാണ് സുക്കൂനത്ത് പെണ്ണെന്ന് പറഞ്ഞാൽ. പെണ്ണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ ഈ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സുമാരെ വെച്ചത്. ഫീമെയിൽ നേഴ്സുണ്ട്, മെയിൽ നേഴ്സുണ്ട് ഇല്ലേ? പക്ഷേ ആണുങ്ങൾ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നതും പെണ്ണ് നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്ന വ്യത്യാസമുണ്ട് ഇല്ലേ ഉസ്താദേ? ആണുങ്ങൾ വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നത് ഒരുമാതിരി ഇനിമ എടുക്കുന്നവരോട് ഒറ്റ കുത്താ, അവൻ കയറ്റിയിട്ട് പോകും. പെണ്ണുങ്ങളാകുമ്പോൾ ചേട്ടാ ചേട്ടാ അപ്പച്ച എന്നൊക്കെ പറഞ്ഞ് 2 തടവടമ്പോഴേ നമ്മുടെ പനിയൊക്കെ പോയി. സംഭവം ഒരു എക്സ്ട്രാ 2 ദിവസം കൂടെ അവിടെ കിടന്നാൽ കൊള്ളാൻ തോന്നിപ്പോവും നമുക്ക്. ഇപ്പോഴേ ഡിസ്ചാർജ് ചെയ്യല്ലേ, 2 ദിവസം കൂടെ കിടന്നോട്ടെ, അപ്പച്ചൻ്റെ 2 കുത്തൂടെ കിട്ടട്ടെ. അതാണ് അവരെ അല്ലാഹു തആല വെച്ചത്. എന്തിനാണ്? അവർക്കൊന്നൊരു അത്രയ്ക്ക് സന്തോഷം, സുക്കൂനത്ത് അവരിൽ നിന്ന് കിട്ടും. നമുക്കൊരു മനസ്സമാധാനം തരും പെണ്ണുങ്ങൾ. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു മനസ്സമാധാനം, ആ ടെൻഷൻ മാറാൻ. അതായത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, വലിയ ഭാരിച്ച ഉത്തരവാദിത്തം നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിലൂടെ കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ നബി തങ്ങൾ പേടിച്ചു പോയി. നേരെ പോയിട്ട് ഖദീജയുടെ അരികിലേക്ക് പോയിട്ട് സമ്മിലൂനി ദസിറൂനി യാ ഖദീജ, ഒന്ന് പുതപ്പിട്ട് മൂടണേ ഖദീജ. അതാ പറഞ്ഞത്, അല്ലാതെ പുതപ്പിട്ട് മൂടു ഖദീജ. പുതിയ സിസ്റ്റം ഇപ്പം ഇറങ്ങിയിരിക്കല്ലേ, എല്ലാം പഴയ പാട്ട് കുത്തിപ്പൊക്കേണ്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ എടുത്ത് വെച്ചിട്ട് പുതപ്പിട്ട് മൂടു ഖദീജ മാണിക്ക മലരായ ബിവി, ഇതൊക്കെ ഇപ്പോഴാണ് ഇറങ്ങുന്ന സംഭവം. എല്ലാം പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരിക, എല്ലാം ഇപ്പം അങ്ങനെയല്ലേ. അല്ലാഹ് കാക്കട്ടെ. അവർക്കൊക്കെ ഒരു കളി, അവർക്കൊക്കെ ഒരു കാശ്, ഒരു ലൈക്ക് കിട്ടാനും കുറച്ച് വ്യൂസ് കിട്ടാനും അള്ളാൻ്റെ പ്രവാചകൻ്റെ ഭാര്യമാരെ വെച്ച് അവർ കളിക്കുകയാണ്. ഗുണം പിടിക്കൂല കേട്ടോ, സൂക്ഷിച്ചു വേണം, കളിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. എന്തേ ശരിയല്ലേ? നീ ഇതെടുത്ത് കട്ടാക്കിയിട്ട് പറയും ഇയാൾ പിരാവിയെന്ന് പറയും. അങ്ങനെയൊക്കെ തന്നെ ഈ ലൈവ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെയാണ്. സംഭവം ശരിയല്ലേ? ഇവരായിട്ട് പാട്ടുപാടി കാശുണ്ടാക്കാനുള്ള കേസ് കേട്ടാണ് ഖദീജ റളിയല്ലാഹു തആല അന്നടക്ക് നബി തങ്ങൾ പോയത്. ഈ ഭാരിച്ച ഉത്തരവാദിത്വം, ഖുർആൻ ഇതാ ഇറങ്ങുന്നു, പടച്ചവനെ ഇതെങ്ങനെ ഞാനിത് പരിപൂർണമായി ഉമ്മത്തിനെ എത്തിച്ചു കൊടുക്കും, എന്നെക്കൊണ്ട് പറ്റുമോ അല്ലാ. അങ്ങനെ ഒരു പേടി, വിഭ്രാന്തി. അങ്ങനെയാണ് ഓടി ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബീവി എന്താ ഇരിക്കി കണ്ട. ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോൾ മുഖത്തുനിന്ന് മനസ്സിലാക്കണം, ഈ എൻ്റെ ഇക്കാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കണം. ഖദീജ റളിയല്ലാഹു തആല എന്ന വരുന്ന വരവ്, ഖദീജ നബി തങ്ങളെ വരവ് കണ്ടപ്പോഴേ പെട്ടെന്ന് പിടിച്ച് അവിടെ ഇരുത്തി. അവിടെ ഇരിക്കി, സമാധാനമായിട്ട് അവിടെ ഇരിക്കി, ഒന്നിരിക്കി, അവിടെ ഇരിക്കി. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ മാറുമല്ലോ. ടെൻഷൻ മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പറയ് എന്താ സംഭവിച്ചത്? അതാണ് വേണ്ടത്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ്, പെട്ടെന്ന് പോയി, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ സമയമായി, വണ്ടിയുടെ CC അടയ്ക്കാൻ സമയമായി, അവിടെ കോഴിക്കടയിൽ പൈസ കൊടുക്കാൻ സമയമായി, പച്ചക്കറിക്കടയിൽ പൈസ സമയമായി. ഇതൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ പലിശക്കാരൻ തിരിച്ചു വരുന്നു ചോദിക്കാൻ വേണ്ടി. ഇവൻ ടെൻഷൻ അടിച്ച് അതേപോലെ സ്പീഡിൽ ഓടി വരും. അങ്ങനെ ടെൻഷൻ അടിച്ച് കയറി വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? എൻ്റെ ഇക്ക തിരിച്ചു വന്നല്ലോ, എന്താ സംഭവം, വാ കയറി ഇരിക്കി, വെള്ളം തരാം, എന്താ പ്രശ്നം? ആ വേർപ്പിലും ആ ടെൻഷനിലും ആ മുഖത്തുനിന്നത് മനസ്സിലാക്കിയിട്ട് ഭർത്താവിനെ എന്ത് ചെയ്യിപ്പിക്കണം? സമാധാനിപ്പിക്കണം. എന്താ പ്രശ്നം, നമുക്ക് പരിഹരിക്കാം.
ഇക്ക ടെൻഷൻ അടിക്കാതിരിക്കുക, വയലൻ്റ് ആവാതെ, എന്താ സംഭവം കാര്യം പറ, അവിടെ ഇരി, വെള്ളം കുടിക്കുക, നല്ല കരിക്കും വെള്ളമോ ജ്യൂസോ ഒക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് റാഹത്താക്കി അവിടെ ഇരുത്ത്. ഖദീജ ബീവി ചെയ്ത് അങ്ങനെയാണ് നബിയെ. ടെൻഷനെല്ലാം മാറി സമാധാനമായപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു, എന്താ പ്രശ്നം? അല്ല ഖദീജ, ജിബ്രീൽ വന്നു, പടച്ചവനെ എൻ്റെ മേലെ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് വന്നത്, ഞാൻ എങ്ങനെ അത് ഏറ്റെടുക്കും? എനിക്കറിയില്ല. അത് ഒരു വലിയൊരു രൂപം ആദ്യമായിട്ട് വരുമല്ലേ സംഭവം, നബിതങ്ങൾക്ക് ഇത് കണ്ട് പേടിയായിപ്പോയി, എങ്ങനെ ഞാനത് ഏറ്റെടുക്കും? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയും ആ രൂപം ആകപ്പാട് പേടിച്ച് ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബീവി സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതാ, ഭർത്താവിനെ എത്ര ടെൻഷനിൽ സമാധാനിപ്പിക്കണം, എത്ര ടെൻഷനിൽ, അതാണ് പെണ്ണ്. ഖദീജ പറഞ്ഞു, നിങ്ങൾ സമാധാനിട്ടിരിക്കുക, ഇനി ആ കോലം നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും. അതാ പറഞ്ഞത്, ഒരു പെണ്ണതാണ്. ഇനി അങ്ങനെ ഒരു രൂപം നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും, ഞാൻ വരാം. പാതിരാത്രി നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു വെള്ളയ്ക്ക വീണെന്ന് വെച്ചോളി, വീടിൻ്റെ മുകളിലൊരു വെള്ളയ്ക്കാണ് പടവുന്നൊരു സൗണ്ട് കേട്ട്, പെട്ടെന്ന് നമ്മൾ പറയും, സവിയ ഒരു സൗണ്ട് കേട്ട്, നീ ആ ലൈറ്റ് ഇട്ടൊന്ന് നോക്കിയാൽ. നിങ്ങളിപ്പോൾ മരിച്ചാ എന്നെ കൊണ്ടൊന്ന് വയ്യ, ആരെങ്കിലും വന്നെ കള്ളന്മാരെല്ലാം അടിച്ചുകൊണ്ടാ, നിങ്ങൾ വേണമെങ്കിൽ പോ. അങ്ങനെയുണ്ട്, നമ്മൾ പൊയ്ക്കോളാൻ, നമ്മളെ കൊല്ലട്ടെ, നീ സമാധാനമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇവിടെ കിടന്നു. അങ്ങനെയല്ലേ നമ്മുടെ ഭാര്യ പറയൂ, ഞാൻ പോവില്ല, എനിക്കറിഞ്ഞൂടെ, അവിടെ വെള്ളമുണ്ട്, എനിക്കറിഞ്ഞില്ല, സംഭവമില്ല, എന്നാൽ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോകണം, എൻ്റെ ഇക്ക സേഫ്റ്റി ആവട്ടെ, ഞാൻ പോയി നോക്കട്ടെ എന്താ പ്രശ്നമെന്ന്. ഖദീജ ബീവി പറഞ്ഞ വാക്കതാണ്, ഇനി അങ്ങനത്തെ ഒരു രൂപം കണ്ട എൻ്റെ അടുത്ത് പറ, ഞാൻ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ടാമത് വഹിയായിട്ട് വന്നപ്പോൾ ജിബ്രീൽ, ഖദീജ ഓടിവാ, ദാ വന്നു, രൂപം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിയെ വിളിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? മടിയിൽ വെച്ചു. ഭാര്യമാര് ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ മടിയിൽ വെച്ചിട്ടുണ്ടോ ഉസ്താദെ? ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ച്. നമ്മൾ വേണമെങ്കിൽ അവളെ എടുത്ത് മടി വയ്ക്കും, അവളുടെ മടിയിൽ നമ്മളും കയറിയിരിക്കണം. അങ്ങനെ നമ്മുടെ മടി ഇരുന്ന് സൂഹിക്കണ്ട, കുറച്ച് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണം. ഖദീജ ബി വെച്ചല്ലേ അബീവേ? ഖദീജ റളിയല്ലാഹു തആല എന്നെ മടിയിലെടുത്ത് ഇരുത്തിയിട്ട് ചോദിച്ചു, നബിയെ ആ രൂപം കാണുന്നുണ്ടോ? ഉണ്ട് ഖദീജ, ഉണ്ട്. വലത്തോട്ട് തിരിച്ചു വെച്ചു ഖദീജ ബീവി, ഇന്നിപ്പോഴും ഉണ്ടോ? ഉണ്ട്. ഇടത്തോട്ട് തിരിച്ചു വെച്ചു, ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. തലയിൽ തട്ടുണ്ടായിരുന്നു, ഖദീജ റളിയല്ലാഹു തആല എടുത്ത് മാറ്റി, ഇപ്പൊ ഉണ്ടോ? ഇല്ല. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ അള്ളാഹു നിന്ദിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ മലക്കാണ്, അതുകൊണ്ടാണ് ഞാൻ തലയിലെ തട്ടമെടുത്ത് മാറ്റിയപ്പോ ആ മലക്ക് അവിടെ നിൽക്കാതിരുന്നത്. ഖദീജ റളിയല്ലാഹു തആല ബുദ്ധിമതിയാണ്, മനസ്സിലാക്കണം. നിങ്ങളെ അള്ളാഹ് നിന്ദിക്കൂല. വലിയൊരു ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തം അള്ളാഹു ഈ സമുദായത്തിന്റെ കടിഞ്ഞാൻ അള്ളാഹു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ തെളിവാണ് ഈ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാശ്വസിപ്പിച്ചു, ആനന്ദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. പിന്നീടാണ് ഒരു കാരണവരെ കണ്ട് നമുക്ക് കാര്യങ്ങളെ ധരിപ്പിക്കാമെന്ന് കരുതിയിട്ട് അന്ന് ജീവിച്ചിരുന്ന പുരോഹിതന്റെ അരികിലേക്ക് വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോകുന്നത്, ഖദീജ റളിയല്ലാഹു തആല കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പേടിച്ച പിറ്റേ ദിവസം ദായി ഉസ്താദത്ത് കൊണ്ടൊരു ഉസ്താദ് ഇന്നലെ രാത്രി ഇങ്ങനെ കുട്ടി എന്തോന്ന് കണ്ട് പേടിച്ചു. ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ രക്തരക്ഷസ് എന്ന് പറഞ്ഞ എന്തോ ഒരു നാടകം എന്തോ ഉണ്ടായിരുന്നു, കൊല്ലത്ത് ജോലി ചെയ്യുമ്പോഴാണ്. അത് കണ്ട് കുട്ടികൾ പേടിച്ചു. പിറ്റേ ദിവസം തലയ്ക്ക് പിടിച്ചു പോകാൻ വേണ്ടി കൊണ്ടുവന്നു എൻ്റെ അടുത്ത്. തലയ്ക്ക് പിടിച്ചു രക്തരക്ഷസ് കണ്ടിട്ട് രാത്രി അതേപോലെ എന്നാലോചിച്ചു. ഞാൻ ചോദിച്ചു, ഇത് എന്ത് കണ്ട രക്തരക്ഷസ്? ഇത് ആർക്കാ പിടിപെട്ട? മോൾക്ക്. ഇനി തള്ളയ്ക്ക് കൂടെ വരും, ഒരുമിച്ച് വന്നാൽ മതി, പോയിക്കോളാൻ പറഞ്ഞു. എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഓതി ഊതാം. ഇതിപ്പോൾ കുട്ടിക്കല്ല, ഇനി അത് കുട്ടിയിൽ നിന്നാണ് കയറി തള്ളയിലോട്ട് വരുന്നത്. അങ്ങനെ അങ്ങോട്ട് വരുമ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുടുംബസമേതം ഒരുമിച്ചിരുത്തി ഓതി ആ രക്തരക്ഷസ് നമുക്ക് ഇറക്കാം. അല്ലാണ്ട് ഇവിടെ എന്ത് ചെയ്യാം?
കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി രക്തരക്ഷസ് കാണിച്ചിട്ട് ഇങ്ങനത്തെ പല്ലും ഇങ്ങനത്തെ മുഖവും ഈ കോലവും എല്ലാം കാണിച്ചിട്ട് ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ട് ഓതാൻ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈ പേടിക്കുമ്പോൾ ഓതാൻ കൊണ്ടുവരുന്ന പോലെ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആലയുടെ കാരണവരുടെ അടുക്കലേക്ക് പോയത്. അപ്പോഴാ പറഞ്ഞത് ഒരു നേതാവ് ഒരു വലിയ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തിയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ എന്ന് അന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം എന്താ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം അതാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. വലിയ ഉത്തരവാദിത്തമാണ് ഇത് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ചെറിയ കുറേ പാഠപുസ്തകം പോലെ ഒരു ചെറിയ ബുക്ക് പോലെ ഇരിക്കുന്നു. ഇല്ല, ഇത് വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഭാരമുള്ളതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ തആല ഖറഅ ത്വാഹ വയാസീൻ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബിഖംസീന അൽഫി സനാ. ണ്ടോ അല്ലാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം ശ്രദ്ധിക്കണേ. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനും സൂറത്ത് ത്വാഹയും ഓതി. ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നല്ലാഹ തആല ഖറഅ ത്വാഹ വയാസീൻ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബിഖംസീന അൽഫി സന. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനെ പരിചയപ്പെടുത്തി. നോക്കണം. ഫലമ്മാ സമിഅത്തിൽ മലായിക, മലാകമാരിത് കേട്ടപ്പോൾ ഖാലൂ തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ. മലക്കുകൾ ഖിറാഅത്ത് കേട്ടപ്പോൾ, ഖുർആൻ കേട്ടപ്പോൾ മലക്കുകൾ വിളിച്ചു പറഞ്ഞു, തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ. ഏതൊരു സമുദായത്തിലേക്കാണോ അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്, പടച്ചവനെ ആ സമുദായം എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചവരത്രേ. അവർക്കെല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഏതൊരു സമുദായത്തിൻ്റെ മേലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. എത്രയോ സമുദായം കഴിഞ്ഞുപോയി, അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് ഇന്ന് കാട്ടുപുതുശ്ശേരിയിലെ ഈ പരിസരത്തിരിക്കുന്ന നമ്മളടക്കമുള്ള ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ 150 കോടിയോളം വരുന്ന അനുയായികൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം. ഖുർആൻ ഇറക്കി കൊടുത്തു. ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു ഖുർആൻ. അതുകൊണ്ട് സൂറത്ത് യാസീനും താഹായും എല്ലാവരും ഓതണം. എപ്പോഴും വീട്ടിൽ ഓതണം, കടയിൽ ഓതണം, വലിയ ബർക്കത്തുണ്ടാവും. സൂറത്ത് താഹ, സൂറത്ത് യാസീൻ. വീണ്ടും മലക്കുകൾ പറയുകയാണ്, ഫലമ്മാ സമിഅത്തിൽ മലായിക, വീണ്ടും ഖിറാഅത്ത് മലക്കുകൾ കേൾക്കുമ്പോൾ തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. ഏതൊരു കൽബുകളാണോ മനനം ചെയ്യുന്നത്, ആ കൽബുകൾക്ക്, ഹൃദയങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഖുർആൻ കാണാൻ പഠിച്ചവർക്ക് ഇവിടെ എത്ര പേര് ഹാഫിള്? ഒരാൾ ഹാഫിള്. എത്രയിടത്ത് ഹാഫിളിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ പോയി. 280 ഹാഫിളിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഹാഫിളാകാൻ. ഇനി നാളെ കൈതോട് പരിപാടിയുണ്ട്. അവിടെ ഹാഫിളിങ്ങൾ, ആലിമീങ്ങളെ വാർത്തെടുക്കുകയാണ്. ഇല്ലയോ? മാഷാ അല്ലാ. എത്ര പേര് സനത്? മൊത്തം 4 പേര് സനത്. എല്ലാ ഹാഫിളിങ്ങളാണ്. മാഷാ അല്ലാ. ഹാഫിളിങ്ങളെ നോക്കിയിട്ട് മലക്കൾ പറയാ, തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. ഈ കൽബിനകത്ത് ഈ ഖുർആനിനെ സൂക്ഷിച്ചവരാരാണോ അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. തൂബാ. ഹാഫിളിങ്ങെ കൊണ്ട് മലക്കൾ ദ്വാരക്കാണ്. മാത്രമല്ല, ഖുർആൻ പഠിച്ചവരുടെ മയ്യത്ത് ഖബറിൽ ഒരു കുഴപ്പം ഉണ്ടാക്കൂല. എല്ലാവരുടെയും ഖബർ ഞെരുക്കും. ഇന്നലിൽ ഖബരി ലളമ്മാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖബറിന് ഞെരുക്കമുണ്ട് സഹാബത്തെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ ഞെരുക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലൗ കാന അഹദും മിൻഹാ നാജിയ ലകാന സഅദ് ഇബ്നു മുആദ്.
ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ അത് സഅദ് ഇബ്നു മുആദിനെ ഖബർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ഖബരി ലളമ്മാ, ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബർ ഞെരുക്കും. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ പ്രത്യേകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ. ഇദാ മാത ഹാമിലുൽ ഇൻസാൻ, ഒരു ഹാഫിള് മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്തുമായി പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ഫഔഹല്ലാഹു ഇലൽ അർളി, ആ ഖബറിനോട് അല്ലാഹു പറയുമത്രേ, അല്ലാ തഅകുല ജിസ്മഹു, ഏ ഖബറേ, ഈ വ്യക്തിയെ നീ തൊട്ടു പോകരുത് കേട്ടോ, ഈ വ്യക്തിയെ നീ തിന്നു പോകരുത് കേട്ടോ. ഖബറിനോട് അല്ലാഹു തആല പറയാണ്. അല്ലാഹ് നേരിട്ട് ഇടപെടുകയാണ്. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞ പോലെ അല്ലാഹ് നേരിട്ട് ഖബറിലേക്ക് ഇടപെടുകയാണ്. തൊട്ടു പോരുത് കേട്ടോ. ആഫുള വരുന്നത്, ഖുർആൻ പഠിച്ചാളാ വരുന്നത്. ഉടനെ ആ ഖബർ മറുപടി കൊടുക്കുകയാണ്, യാ റബ്ബി കൈഫ, പടച്ചവനെ, കൈഫ കുലുഹു, ഞാൻ എങ്ങനെയാണ് അവനെ തിന്നുക, വകലാമുക ഫീ ജിസ്മിഹി, നിന്റെ പരിശുദ്ധമായ കലാം വഹിച്ചു കൊണ്ടുവന്ന ശരീരമാണല്ലോ അത്, ഞാൻ എങ്ങനെയാണ് അവനെ ഞാൻ തിന്നുക അല്ലാഹ്. അതുകൊണ്ട് ഖബർ തിന്നൂല, ഖബർ തൊടൂല, ഖബർ ഞെരുക്കൂല, ഖബർ വേദനിപ്പിക്കൂല ഹാഫിളിനെ. ഖുർആന്റെ മാത്രം മനസ്സിലായ? ഇനി നിങ്ങൾക്കും ഖബർ ഞെരുക്കാതിരിക്കുക ഒരു വഴി പറഞ്ഞുതരാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് عند مرض موته لم يفتن في قبره وأمن من لغطته. ആരെങ്കിലും മരിക്കാൻ സമയമാകുമ്പോൾ, ആരെങ്കിലും മരണവേളയോടടുത്ത് കിടക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് മരിച്ചാൽ ഖബറിൻ്റെ ഫിത്നകളിൽ നിന്നും അതിൻ്റെ ഞെരുക്കത്തിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആശുപത്രിയിലേക്ക് പനിയാന്നും പറഞ്ഞ് പോകുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് പോകും. ഗ്യാസ് കയറി ആശുപത്രി പോലെയോ, ഗ്യാസ് കയറി എളിയോ, ഇഖ്ലാസ് ഓതിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് അറ്റാക്കെന്ന് അടിച്ചു പോയാലും പ്രശ്നമില്ല. ആംബുലൻസിൽ കൊണ്ടുപോവുക, അടുത്തിരിക്കുന്നവർ വേണം ഇഖ്ലാസ് ഓത്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഓത്, നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങുവന്നോടി എടി. അത് ഞാൻ ഉസ്താദിൻ്റെ വാതിൽ കേട്ട് മരിക്കാൻ പോകുന്നവരാ തോന്നുന്നത്, നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങുവന്നോ? ഓതുകാക്ക, മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോയിക്കൂടെ? ഇഖ്ലാസ് ഓതിക്ക്. ആശുപത്രി പോകുമ്പോൾ ഇഖ്ലാസ് ഓതിക്കണം, സൂറത്തുൽ ഇഖ്ലാസ്. നബി തങ്ങൾ പറഞ്ഞ വാക്കാൻ, മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബർ വേദനിപ്പിക്കൂല. ഇഖ്ലാസ് ഓതി മരിച്ചാൽ അള്ളാഹ് ഓതി മരിക്കാൻ ഭാഗ്യം തരട്ടെ. വലിയ തൗഫീഖാണ് സൂറത്തുൽ ഇഖ്ലാസ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി നമസ്കരിച്ചവരെ, ഓതിക്കിടന്നവരെ പോലെയാണ്. ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും രാത്രി ഓതിയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റൂലേ? എങ്ങനെ ഞാൻ ഓതും പ്രവാചകരെ? അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ ഖുർആൻ മുഴുവതും ഓതിയവരെ പോലെയാണ്. അപ്പം എല്ലാ ദിവസവും ഖുർആൻ ഖത്തം തീർത്തിട്ട് കിടക്കാൻ പറ്റും. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കിടക്കണം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ തൗഫീക്ക് കിട്ടിയാൽ അവർ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കണം. അസുഖം പിടിച്ചവരൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഓതിക്കണം. ഇഖ്ലാസ് 1,00,000 പ്രാവശ്യം ഓതണം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം വലുതാണ്. അത് ഒരു 2 മണിക്കൂറത്തെ പ്രസംഗമാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഖുർആൻ്റെ മൊത്തം ഒരു പരിചയം ഞാൻ നടത്തിയിട്ട് പോവാം. എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ, എല്ലാത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ. അസുഖമുണ്ടോ? അസുഖം മാറാൻ അല്ലാഹു തആല 600 ആൻറ്റിബയോട്ടിക് പറയുന്നുണ്ട്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ.
يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس يخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين وإذا مرضت فهو يشفين أعجمي وعربي قل هو للذين آمنوا هدى وشفاء قد جاءتكم موعظة من ربكم وشفاء لما في الصدور. ഒരായത്തിന് 100 ഡിഗ്രി 600 ഡിഗ്രി ഓതിക്കോ. 6 ആയത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഷിഫാൻ്റെ ആയത്താണ്. ഷിഫ. നമ്മൾ ആദ്യമായിട്ട് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. പെട്ടെന്ന് അസുഖം വരുമ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. കൊണ്ടുപോകുന്ന വഴിയിൽ നീ ആദ്യമായിട്ട് ആ രോഗിയുടെ മേൽ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഓതി കൊടുക്കണം. നീ ഓതി കൊടുക്കണം. ഫാത്തിഹയുടെ ബർക്കത്തുണ്ടാവും. ആയത്ത് കുർസി ഓതി കൊടുത്തുകൊണ്ടിരിക്കണം. ലൗ അൻസൽന ഓതി കൊടുക്കണം. എന്തോ ഒരു പാറുകാലി, എന്തോ ഒരു പഴുതാര അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നു. നബിയുന റസൂലുള്ളാഹി തങ്ങൾ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് തുപ്പൽ മെല്ലെ പുരട്ടി കൊടുത്തു. ശിഫയായി, സംഭവം ശിഫയായി. അതാണ് അതിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഖുർആൻ ശിഫയാണ്. ഖുർആൻ പറഞ്ഞ വാക്കാ വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട്, രോഗശമനമുണ്ട്. രോഗം തന്ന പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത്. രോഗശമനമുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ഒരായത്തുണ്ട്, 14-ാമത്തെ ആയത്ത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ക്യാൻസർ രോഗികൾ അധികമായി അത് ഓതിക്കൊണ്ടിരിക്കണേ. എത്രയോ സഹോദരങ്ങളുടെ ക്യാൻസർ ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ടല്ല മാറ്റിക്കൊടുത്തു. ക്യാൻസർ രോഗികൾ ഓതണം. സൂറത്തുൽ മുൽക്ക് അതിനകത്തുള്ള 14-ാമത്തെ ആയത്താണ്. അള്ളാഹ് മാറ്റിത്തരും.